നേതാക്കളെ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഝാൻസി റാണി ശ്രീ സ്മൃതി ഇറാനിജി, ശ്രീ ശിവശങ്കർജി, ശ്രീ എ ജി രാജേഷ്, ശ്രീ സുരേന്ദ്രൻ ഐനികുന്നത്ത്, ശ്രീ വി വി രാജേഷ്, നിസഞ്ജവടൻ ബാബു, സുനിൽ ദാസ്, സജീവൻ, മറ്റു നേതാക്കളെ, സഹപ്രവർത്തകരെ, ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കാടിന്റെ മണ്ണിൽ ആദ്യമായി ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോ 14,500 വോട്ടാണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയ സമയത്ത് പ്രവർത്തകന്മാർ ആവേശത്തോടുകൂടി ഒറ്റക്കെട്ടായി ഏറ്റവും ഊർജത്തോടുകൂടി പ്രവർത്തിച്ച സമയത്ത് 14,500 ആ വോട്ടിന്റെ സമയത്താണ് വിജയിക്കുമെന്ന് നമ്മൾ പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ 22,000 വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് അന്ന് 36,000-ലേക്കുള്ള കുതിപ്പായിരുന്നു. നമ്മുടെ ആളുകൾക്ക് അല്പം നിരാശയൊക്കെ ഉണ്ടായി. കാരണം ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന നിരാശയായിരുന്നു. 5 വർഷം മുമ്പ് അന്ന് പ്രവർത്തക യോഗത്തിൽ, ബിജെപിയുടെ നേതാക്കന്മാരുടെ യോഗത്തിൽ അന്ന് അടിവരയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു: നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം പുതുക്കാട് മണ്ഡലം കുതിച്ചുചാട്ടമാണ് നടത്തിയിട്ടുള്ളത്. പുതുക്കാട് മണ്ഡലം 22,000 വോട്ട് വർദ്ധിപ്പിച്ച്
36,000-ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ 5 വർഷം മുമ്പ് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. അന്ന് ഞാൻ പ്രവർത്തകന്മാരോട് യോഗത്തിൽ പറഞ്ഞു, ഈ 14,500 36,000 എത്തിയിട്ടുണ്ടെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിക്കണം. 2021 അത് ഭാരതീയ ജനതാ പാർട്ടിയുടേതാണ്. താമര വിരിയാനുള്ള അസ്ഥിവാരമാണ് നിങ്ങൾ ഇട്ടത് എന്ന് 5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞത് ഏകദേശം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. നമ്മുടെ സംഘടനാ ചരിത്രത്തിൽ ആദ്യമായി നമ്മളെ കരുവേപ്പല പോലെ എടുത്തു കളയുന്ന രാഷ്ട്രീയ ശക്തികൾ ഇന്നേവരെ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുമെന്നോ 2ാം സ്ഥാനമെന്നോ എതിരാളികൾ പോലും പറയാത്ത സ്ഥലത്ത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ് നിർണായക ശക്തി എന്ന് എതിരാളികൾ പറയുന്ന സ്ഥിതിയിലേക്ക് പുതുക്കാടിന്റെ മണ്ണെത്തിയിരിക്കുന്നു. എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യം 36 വർഷക്കാലത്തെ പൊതുപ്രവർത്തന രംഗത്ത് ആദ്യമായിട്ടാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയെ എതിരാളികൾ അംഗീകരിക്കുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത്തവണ ആഞ്ഞു പിടിച്ചോ, ഇത്തവണ പുതുക്കാട് BJP ആണ് എന്ന് എല്ലാവരും പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് സഹപ്രവർത്തകരെ, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കണം. ഒരു പുതിയ രാഷ്ട്രീയ ചരിത്രം കേരളത്തിൽ BJP രചിക്കുന്ന സമയത്ത് അതിന് പുതുക്കാട് നിന്നും ആളുണ്ടാകണം. അതുകൊണ്ട് 35 വർഷക്കാലം ഈ മണ്ഡലത്തെ, പുതുക്കാടിനെയും കൊടകരയെയും മാറി മാറി നയിച്ചവർ വികസന മുരടിപ്പിലേക്കാണ് തള്ളിവിട്ടത്. അതുകൊണ്ട് ഈ സമയത്ത് മാന്യ വോട്ടർമാർക്ക് നമുക്ക് കൊടുക്കാനുള്ളത്, ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് എന്നെ നിയമസഭാ അംഗമാക്കിയാൽ നിങ്ങൾക്ക് 35 കൊല്ലം കാത്തിരിക്കേണ്ടി വരില്ല. 3 വർഷം കൊണ്ട് ഈ മണ്ഡലത്തെ കേന്ദ്ര സർക്കാരിന്റെ അനുകൂല്യത്തോടുകൂടി, സഹായത്തോടുകൂടി കേരളത്തിന്റെ മാതൃകാ മണ്ഡലമാക്കി ഉയർത്തുമെന്നുള്ള വാഗ്ദാനമാണ് എനിക്ക് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഇത്തവണത്തെ വോട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി താമരടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് പുതുക്കാടിന്റെ ശബ്ദം നിയമസഭയിലെത്തിക്കാൻ എനിക്ക് അവസരം നൽകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Stand before you today with a promise of Sabka Saath, Sabka Vikas, Sabka Vishwas. ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും വികസനം, എല്ലാവർക്കും വിശ്വാസം എന്നുള്ള പ്രതിജ്ഞയോടെയാണ്. I stand here before today with a promise for development of all, appeasement of none, and justice for every family that has lost a loved one due to the bloodlust of the communists. ഞാനിവിടെ നിൽക്കുന്നത് എല്ലാവർക്കും വികസനം, എല്ലാവർക്കും നീതി, എല്ലാവർക്കും ന്യായം എന്നുള്ള ഈ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാനാണ്. അത് കണ്ണുകളില്ലാത്ത, നീതി ലഭിക്കാത്ത ജനങ്ങൾക്ക് ഇത് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. As I begin my speech, I stand here today and pay my respects and salutation to every Bharatiya Janata Party karyakarta, every Swayam Sevak who lost their lives so that they can build a Kerala which is truly dedicated to the development of people. They lost their lives because they believed in an ideology which dedicated its effort towards building a strong India, a new Bharat. ഞാൻ ഈ കേരളത്തിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നൂറുകണക്കിന് സ്വയം സേവകർ നമ്മളുടെ ജീവിതം ഈ കേരളത്തിന്റെ വികസനത്തിനും പുതിയ ഭാരതത്തിന്റെ ഒരു വലിയ വികസനത്തിനും വേണ്ടി നഷ്ടപ്പെടുത്തിയവരാണ്, ജീവൻ ബലിദാനികളായവരാണ്. അവര്
ഈ രാജ്യത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ സംസ്കാരത്തിന് വേണ്ടിയിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്കിട്ടും വേണ്ടി നൽകിയ മഹത്തായ സംഭാവനകളെ ഞാൻ ഓർക്കുന്നു. അതിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കേരളത്തിന് ഒരു പുതിയ വാഗ്ദാനം നൽകുമെന്ന് ദൃഢപ്പെടുത്തിയെടുത്ത നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. And I stood here today with our candidate in Nagesh ji, shoulder to shoulder, and received many a blessings. One such blessing was a picture given to me from Mahabharata with Krishna leading as a charioteer for the valiant Arjuna. ഞാനിവിടെ നിൽക്കുന്നത് മറ്റൊരു കാര്യവും കൂടി നിങ്ങളുടെ മുന്നിൽ പറയുന്നു. ശ്രീകൃഷ്ണൻ അർജുനന്റെ ഒപ്പം നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എനിക്ക് കിട്ടുകയുണ്ടായി. അതും ഈ ഭാഗം ഇതിന്റെ ഈ സ്റ്റാൻഡേർഡിന്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. And as I received that blessing, on that photo of the chariot was written yada yada hi dharmasya glanir bhavati bharata abhyutthanam adharmasya tadatmanam srijamyaham. ആ ഫോട്ടോയുടെ കൂടെ ആ രഥത്തിന്റെ കൂടെ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം ധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്നുള്ള ഒരു വാക്കുകൾ കൂടി ഞാൻ കണ്ടത് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഓർക്കുന്നു. It is this invocation of God who said to everyone who believed in him that every time sin increases on earth, it is at such a time that God will manifest to bring justice, to bring peace, and to ensure prosperity of all mankind. അത് ദൈവത്തിന്റെ ഒരു സന്ദേശമാണ്. കേരളത്തിൽ എവിടെയെല്ലാം പാപമുണ്ടോ, എവിടെയെല്ലാം അനീതി നടക്കുന്നുണ്ടോ, അവിടെയെല്ലാം ദൈവം വന്ന് അവതരിച്ചുകൊണ്ട് ആ പാപം അവസാനിപ്പിക്കുവാനും പുതിയ ഒരു സന്ദേശം നൽകുവാനും ദൈവം തന്നെ അവതരിക്കും എന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. I say this today because this election is an election, a fight between dharma and adharma, and it is you, the citizen, who plays the role of the charioteer Krishna, and it is Nagesh ji who with your blessings will become the Arjuna of development and ensure prosperity for every citizen. ഈ യുദ്ധത്തിൽ നിങ്ങളാണ് അർജുനന്റെ മുന്നിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനായി അവതരിക്കുന്നത്. ഇവിടുത്തെ പാപങ്ങൾ മാറ്റുവാനും പുതിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനും പുതിയ ധർമ്മത്തെ മുന്നിലേക്ക് എത്തിക്കുവാനുമായിട്ട് ശ്രമിക്കേണ്ട ശ്രീകൃഷ്ണന്മാരാണ് ഓരോരുത്തരും. നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്. In a democracy as vibrant as ours, our biggest mode of worship is going to vote. In a democracy as vibrant as ours, the person that we worship, either in the assembly or in the parliament, are the citizens of our country. And today, as we stand before you, our head bowed in obeisance, we say this, that it is with your blessings that in the temple of democracy, the people of India received a Pradhan Sevak called Narendra Modi. ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വോട്ട് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ ജയിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ വോട്ട് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ വോട്ട് ഈറ്റില്ലത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം ലഭിക്കണമെങ്കിൽ, അത് നരേന്ദ്രമോദിയെ പോലുള്ള ഒരു വികസനത്തിൻ്റെ മുഖ്യധാതാവിനെ എത്തിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ തരത്തിൽ ചിന്തിച്ചേ പറ്റൂ, വോട്ട് ചെയ്തേ പറ്റൂ. When we present ourselves as Sevaks, what is the promise that we bring to the people of Kerala? You all know that COVID-19 is a pandemic never seen before in the history of humanity. You had many loved ones who were in service overseas. It is during such a challenging time that the Narendra Modi government ensured that under the Vande Bharat program, 11 lakh Malayalis were safely brought home so that they could be reunited with their families.
പ്രധാന സേവകൻ എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞപ്പോൾ സേവനത്തിൻ്റെ മഹത്തായ പല കാര്യങ്ങളും നാം കണ്ടു. കോവിഡ് നമ്മൾക്ക് ഒരിക്കലും ഇതുവരെ കാണാത്ത രീതിയിൽ, ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ കോവിഡ് നമ്മളെ, ഈ കേരളത്തെയും ഇന്ത്യയെയും സമീപിച്ചപ്പോൾ നമ്മളാണ് ഏറ്റവും ശക്തമായി അതിനെ പ്രതിരോധിച്ചത്. 11,000 പേരെ ഈ കേരളത്തിലേക്ക് തിരിച്ചെത്തിക്കുവാനുമൊക്കെ നരേന്ദ്രമോദിജിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നാം കാണുകയുണ്ടായി. It is the responsibility of a sevak to ensure that when families are confronted with challenge, we in the government of India, in the Bharatiya Janata Party, ensure that 80 crore Indian citizens received free ration for 8 months. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള വലിയ സേവന പ്രവർത്തനം നമ്മൾ ചെയ്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം 8 കോടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ കേരളത്തിലടക്കം ഏറ്റവും കൂടുതൽ ഫ്രീ ആയി റേഷൻ നൽകിയ ഒരു സർക്കാർ കൂടിയാണ് കേന്ദ്ര സർക്കാർ എന്ന് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. But it is a shame that I am told by our Mandal President and General Secretary that in this state, the state government did injustice even in the distribution of ration meant for poor families so they could tide by the challenge of COVID-19. ഈ കോവിഡ് കാലത്ത് പോലും ഈ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകിയ അരി പോലും പൂഴ്ത്തി വെച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് നൽകാതെ മടിച്ചു നിന്ന സർക്കാരാണെന്ന് ഇവിടുത്തെ എൻ്റെ മണ്ഡലം സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് നാണം കൊണ്ട് തല താഴ്ക്കേണ്ടി വന്നു. That is why the question you need to ask yourself is this: if staying in power they could take away ration from the poor and needy, then can these very political parties come to power to ensure that each poor family will receive development and justice? ചോദ്യം ഇതാണ്, ഈ ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ഈ ഭരണത്തിലിരുന്നു കൊണ്ട് സാധാരണക്കാരന് നൽകുന്ന ഏറ്റവും പാവപ്പെട്ടവർക്ക് കിട്ടുന്ന റേഷൻ അതുപോലും മുടക്കുവാനാണോ ഭരണ നേതൃത്വം ഇരിക്കുന്നത്? അതോ റേഷനടക്കം വികസനടക്കം നിങ്ങൾക്ക് കിട്ടുവാനാണോ ഈ ഭരണ നേതൃത്വം ശ്രമിക്കേണ്ടത് എന്നതാണ് ചോദ്യം. That is why you need to be alert that a government, a political party that did not allow you to have access to your own food will never allow access to development. And that is why I beseech you today that if you seek development of each and every member of your family, please go to the polling booth and vote for the Bharatiya Janata Party. Elect Nagesh ji as your sevak for the next 5 years. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വന്തം വീട്ടിലേക്ക് വരുന്ന അരി പോലും തടഞ്ഞു വെച്ച ഈ സർക്കാരിനെതിരെ നിങ്ങൾക്ക് ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാട്ടിലേക്കുള്ള വികസനം നിങ്ങൾക്ക് എങ്ങനെ, ഈ ഭരണകൂടത്തിന് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നതാണ് ചോദ്യം. അതുകൊണ്ട് വികസനത്തിന് വേണ്ടി ഒരു തരമ്പും അനക്കാത്ത ഈ സർക്കാരിനെതിരെ, നിങ്ങൾക്ക് അരി നൽകാത്ത ഈ സർക്കാരിനെതിരെ ആയിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക്, ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പ്രധാന സേവകനായ, ഈ നാടിൻ്റെ സേവകനായ നാഗേഷ് ജിക്ക് വോട്ട് നൽകിക്കൊണ്ട് വിജയിപ്പിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. When we plead with you to vote for the Bharatiya Janata Party, behind that plea lies many a reason that we want to explore, that we as a political ideology seek answers for. And one answer that every citizen of Kerala is asking of the current government in Kerala is this: they came into power with the promise of providing employment to every youngster, but in power they reduced the State Public Service Commission and made it a party service commission. And the citizens of Kerala will never forgive them for this treachery. ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ പുറകിൽ പല കാരണങ്ങളുണ്ട്, അതിൻ്റെ പുറകിൽ പല സന്ദേശങ്ങളുമുണ്ട്. ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഈ ഭരണാധികാരികൾ ചെയ്തത് എന്താണ്? യുവാക്കൾക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. എന്നിട്ട് അവർ PSCയെ പാർട്ടി സർവീസ് കമ്മീഷനാക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. Such is that treachery that in the PSC exams, a 28-year-old young girl who received some very high rank died waiting for a job and justice. ഈ
PSCയുടെ എക്സാമിനേഷൻ എഴുതിയ 26 വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, അനു എന്നുള്ള ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നതും ഈ ഭരണത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ്. ജനങ്ങളത് മറക്കരുത്. It is their hands which is now filled with the blood of innocents, and that is why I say that if you seek employment for every family member, if you seek justice for our educated youth, please go to the polling booth and vote for the Bharatiya Janata Party and make Nagesh ji your representative. ഈ കേരളത്തിലെ ഭരണാധികാരികളുടെ കൈകളിൽ രക്തമുള്ള കൈകളാണ്, രക്തം പുരണ്ട കൈകളാണ്. ഇവിടുത്തെ പാവപ്പെട്ട അഭ്യസ്ത വിദ്യതരായ ജോലിയില്ലാത്ത ചെറുപ്പക്കാരുടെ രക്തം പുരണ്ട കൈകളാണ് ഈ ഭരണ നേതൃത്വത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജോലി കിട്ടുവാനും അതുപോലെ തന്നെ യുവാക്കൾക്ക് നീതി ലഭിക്കുവാനും ഈ സംസ്ഥാന സർക്കാരിനെതിരെ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തേ പറ്റൂ. അത് നിങ്ങളുടെ ഓരോ വോട്ടും നാഗേഷ് ജിക്ക് നിങ്ങൾ നൽകിയേ പറ്റൂ. അങ്ങനെ നമുക്ക് യുവാക്കൾക്ക് നീതി ലഭിക്കുവാൻ സാധിക്കും. Their treachery was not limited to human beings. They were treacherous in their motives even against God. And today, as members of Bharatiya Janata Party, we would like to warn these political organizations that conducted a witch hunt against Ayyappa devotees, that in this election, neither God nor citizens of Kerala will forgive them. ഈ കേരളത്തിലെ ഭരണാധികാരികൾ ജനങ്ങൾക്കെതിരെ മാത്രമല്ല ഇവിടുത്തെ വിശ്വാസികൾക്കെതിരെയും ദൈവങ്ങൾക്കെതിരെ പോലും പ്രവർത്തിച്ച സർക്കാരാണ്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, ഈ സർക്കാരിനെതിരെ ജനങ്ങളുടെ ശക്തമായ രോഷമുണ്ടാകും, ദൈവങ്ങളുടെ രോഷമുണ്ടാകും. ഒരു സംശയവുമില്ല, അത് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. Knowingly they were treacherous. Knowingly they conspired against the people of Kerala in issues like Public Service Commission, on the issue of Sabrimala, but they claim innocence when it comes to cases of gold smuggling. ഈ കേരളത്തിൽ ശബരിമല വിഷയത്തിൽ മാത്രമല്ല അങ്ങനെ പല വിഷയത്തിലും കൂടാണ്ട് ഇപ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗ്, സ്വർണ്ണ കള്ളക്കടത്തിലും ഈ സംസ്ഥാന സർക്കാർ ഭാഗവക്കാരിക്കുന്നു, പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിച്ചിരിക്കുന്നു. That is why today the people of Kerala need to ask what kind of a chief minister's office was running a gold smuggling racket, and then when questions were asked, ignorance was feighed by none other than top leadership. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഒന്നും അറിയില്ല എന്നാ പറയുന്നത്. ഇഗ്നോറൻസ്, അറിവില്ലായ്മയാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്നത്. ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രിയാണോ ഈ കേരളത്തിനെ നയിക്കേണ്ടത് എന്നാണ് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്. While the Kerala government said they were absolutely ignorant about gold smuggling, I thought that their corruption would be limited only to gold. Little did I know that they could be equally corrupt in deep fishing scam also. സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഇവർക്ക് അതിനെക്കുറിച്ച് മാത്രമൊന്നും അറിയില്ല എന്ന്. ഇപ്പോഴിതാ പറയുന്നു ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തെ കുറിച്ചും ഒന്നും അറിയില്ല എന്ന് പറയുന്നു. ഇതെന്തൊരു ഗവൺമെന്റ് ആണ്? It is said people eat fish, but the Kerala government ate not only fish but also the money related to fishing. ജനങ്ങൾക്ക് മത്സ്യബന്ധനെ കുറിച്ച് അറിയാം, പക്ഷെ അതിനെക്കുറിച്ചും തട്ടിപ്പ് നടത്തുന്ന ആഴക്കടൽ പോലും വിൽക്കുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുന്നു ഈ സർക്കാർ. 5,000 crores worth of a fishing scam, and the chief minister says that he has no information and he is ignorant. 5,000 കോടി രൂപയുടെ ഈ ആഴക്കടൽ മത്സ്യബന്ധന കടത്തിനെ കുറിച്ച്, തട്ടിപ്പിനെ കുറിച്ച് മുഖ്യമന്ത്രിയും പറയുന്നു എനിക്കൊന്നും അറിയില്ല എന്ന്. The question that you need to ask then is that if the Mukhyamantri is so ignorant, can the state of Kerala now afford such ignorance in governance? ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ചോദ്യം ഇതാണ്, ഈ ഒന്നും അറിയാത്ത മുഖ്യമന്ത്രിയെ എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ സഹിക്കുമെന്നാണ് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്. And that is why I plead to you today, vote for a government that is vigilant, vote for a government that is transparent, vote for the Bharatiya Janata Party and elect Nagesh ji as your representative.
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ കേരളത്തിൽ ഏറ്റവും വിജിലന്റ് ആയിട്ടുള്ള, ഏറ്റവും നിഷ്കർഷതയുള്ള, ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ല ഒരു സർക്കാരിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ നാഗേഷിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. On one hand, there are cases of corruption and scam. On other hand, you see case of moral corruption. ഒരു ഭാഗത്ത് അഴിമതിയുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് സ്ത്രീകൾക്കെതിരെയുള്ള വലിയ പീഡനത്തിന്റെ കഥകളും ഈ സംസ്ഥാന സർക്കാർ പേറുന്നു എന്നതാണ് സത്യം. The speaker accused of a scam, of a perpetrated alleged morally corrupt stand that he took brings shame not only to the assembly but brings shame to the sanskars that the people of Kerala have held dear for generations. A state which is known, a society that is known to respect Matru Shakti cannot afford to have morally corrupt leadership in the assembly. കേരളത്തിലെ അസംബ്ലിയുടെ സ്പീക്കർ ഇന്ന് കള്ളക്കടത്തിലൂടെ എല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും മാനക്കേടുണ്ടാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് സാമ്പത്തികമായ അഴിമതി കാണിക്കുന്നത് മാത്രമല്ല, കേരളത്തിലെ സ്ത്രീകൾക്ക് വരെ അപമാനമായിരിക്കുന്നു. ഈ കേരളം ലോകത്തറിയുന്നത് നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. അമ്മമാരുടെ ശക്തി, സ്ത്രീകളുടെ ശക്തി, അത് ഈ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സ്ത്രീകൾക്കും ഈ കേരളത്തിനും തന്നെ അപമാനമായിരിക്കുന്നു ഈ കേരളത്തിലെ സ്പീക്കറും ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണകൂടവും. On one hand, you have the CM's office, which is indulging in deep fishing scam. On the other hand, you have Congress leaders jumping into the ocean looking for new political fish. കേരളത്തിലെ മുഖ്യമന്ത്രി ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ തട്ടിപ്പ് കാണിക്കുന്നുവെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ആഴക്കടലിലേക്ക് ചാടിക്കൊണ്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നു. അതാണ് മറ്റൊരു കോൺഗ്രസിന്റെ Such is the political tamasha that the Congress indulges in the state of Kerala. It wants you to believe that the Congress party stands against the communists, but that is not the truth. Look at the state of West Bengal, where the very Congress leadership partners with the left parties. Kerala mein kushti, Bengal mein dosti. കേരളത്തിലേക്ക് മാത്രം ഒതുങ്ങിയ കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ എന്തെങ്കിലും സംഭവിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു. ഈ കേരളത്തിൽ കടന്നുകൊണ്ട് ഈ ബംഗാൾ CPMമായി ഇവർ ഒരു രാഷ്ട്രീയമായ നാടകം കളിക്കുന്നു. കേരളത്തിൽ ഇവർ ഒരുമിച്ചാണെങ്കിൽ അപ്പുറത്തേക്ക് നോക്കിയാൽ ബംഗാളിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും അവിടെ എല്ലാം ദോസ്തി, ഇവിടെ ഗുസ്തി, അവിടെ ഒരുമിച്ച് ഇവിടെ ഇവർ മത്സരിച്ച് നമ്മളെ പറ്റിക്കുന്നു എന്നതാണ് സത്യം. And that is why today I beseech you again, like the charioteer Krishna, please lead the Bharatiya Janata Party into victory. Please bless Nagesh ji and ensure a transparent government in Kerala, ensure a government dedicated to development, ensure a government dedicated to justice under the leadership of Narendra Modi. We on behalf of the Bharatiya Janata Party as workers assure you of our dedicated service to the cause of building a stronger Kerala, building a stronger Bharat, a state of Kerala we as citizens can all be proud of, because in that state governed by the Bharatiya Janata Party, the State Public Commission will serve the public and not party. In that state of Kerala, Lord Ayappa's devotees will not be thrown behind jail. In that state of Kerala, each poor will get the ration they deserve, and each woman will get the respect that she deserves. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശ്രീകൃഷ്ണൻ നിങ്ങളോട് പറഞ്ഞ അതേ തത്വം പറയുന്നത്. സംശുദ്ധമായ ഭരണം കേരളത്തിൽ വരണമെങ്കിൽ
വികസനം കേരളത്തിന് വരണമെങ്കിൽ, നീതിപൂർവം കാര്യങ്ങൾ നടക്കണമെങ്കിൽ BJPക്ക് നിങ്ങൾ വോട്ട് ചെയ്തേ പറ്റൂ. നാഗേഷ്ജിയും BJPയും അധികാരത്തിൽ വന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിജി രാജ്യത്തെമ്പാടും നൽകിയ വലിയ വികസനം, ആ വികസനം കേരളത്തിലേക്കും വരണം. വിശാലമായ അർത്ഥത്തിൽ യഥാർത്ഥമായ വികസനം കേരളത്തിലേക്ക് വരണം. ആ വികസനം വന്നാൽ മാത്രമേ PSC എന്നത് പബ്ലിക് സർവീസ് കമ്മീഷനായി ജനങ്ങൾക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനമായി മാറുകയുള്ളൂ. അതുപോലെ തന്നെ അയ്യപ്പ വിശ്വാസികൾക്ക്, യഥാർത്ഥ വിശ്വാസികൾക്ക് ഇവിടെ അവരെ ഒരു ദ്രോഹിക്കാത്ത ഒരു സർക്കാർ വരികയുള്ളൂ. അതുപോലെ തന്നെ റേഷൻ സാധാരണ ജനങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അമ്മമാർക്കും സ്ത്രീകൾക്കും യഥാർത്ഥ ഒരു നേട്ടം ലഭിക്കണമെങ്കിൽ ഈ രാജ്യത്ത് BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു തത്വശാസ്ത്രത്തിന്റെ പിൻബലമുള്ള അധികാരം വരണം. അതിനുവേണ്ടി നാഗേഷ്ജിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ധന്യവാദ്. പുതുക്കാട് മാറ്റും നാഗേഷ് മാറ്റും എന്ന ക്യാമ്പയിൻ നമ്മളിവിടെ തുടങ്ങി വയ്ക്കുകയാണ്. പുതുക്കാട് മാറണം, പുതുചിന്തകളാകണം, പുതിയ കാലം, പുതിയ ഭൂമി, പുതിയ തീരം തേടണം. ഇടത് വലത്, ഇടത് വലത്, ഇടത് വലത് മാറണം. നേരെ 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 നാം നടക്കണം. നേരിനായി നടക്കണം, നേരിനായി നടക്കണം, നേരിനായി നടക്കണം, നേരിനായി നടക്കണം. പുതുക്കാട് മാറണം, പുതുചിന്തകളാകണം, പുതിയ കാലം, പുതിയ ഭൂമി, പുതിയ തീരം തേടണം. ഇടത് വലത്, ഇടത് വലത്, ഇടത് വലത് മാറണം. നേരെ 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 നാം നടക്കണം.